ഹായ് നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ അന്നത്തെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പം രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കാനുള്ള തിരഞ്ഞെടുപ്പാണ് കേട്ടോ. ചപ്പാത്തിക്കുള്ള മാവ് ഞാൻ കുഴച്ച് അടച്ചു വെച്ചേക്കുവാണ്. പിന്നെ ചപ്പാത്തിക്ക് ചീമച്ചക്ക, ഞങ്ങളുടെയൊക്കെ അങ്ങോട്ട് കടച്ചക്ക എന്ന് പറയും, ഇവിടെയൊക്കെ ചീമച്ചക്ക എന്ന് പറയും. ഇത് മപ്പാസ് വെക്കാനായിട്ട് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇത് കറി വെക്കുന്നത്. നമ്മുടെ മരത്തേലല്ല കേട്ടോ, നമ്മളത് ഇച്ചിരിയോടൊക്കെ വിളയാനുണ്ട്. ഇത് ഇന്നലെ അപ്പു കടയിൽ മേടിച്ചപ്പം ബാത്റൂം അതിൽ എടുത്തോണ്ട് വന്ന. ഇവിടങ്ങളിലൊക്കെ ചീമച്ചക്ക എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രധാനമാണ്. എല്ലാ മനുഷ്യരും ഭയങ്കര ഇഷ്ടമാണ്. ഞാനിവിടെ വന്നതിന് ശേഷം കേട്ടോ ഇത് ഇത്രയും ഇഷ്ടപ്പെടാൻ തുടങ്ങിയത്. ഞങ്ങളുടെ അങ്ങോട്ടൊന്നും ഇതൊക്കെ എൻ്റെ അമ്മയുടെ വീട്ടിൽ ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അന്ന് വീട്ടിലൊന്നും വെച്ചാലും ഒന്നും ഞാനൊന്നും അങ്ങനെ കഴിക്കത്തേ ഇല്ലായിരുന്നു. അവിടെ വെല്ലുമിച്ചി തേങ്ങാപ്പാലിനകത്ത് ഇത് 4 മണി കഴിക്കുമ്പോഴത്തേക്ക് പുഴുങ്ങിയെടുക്കും. നല്ല രുചി എന്നൊക്കെ പറയും, പക്ഷെ ഒരെണ്ണം പോലും ഞാൻ തിന്നു നോക്കിയിട്ടില്ല കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇവിടെ അമ്മ ഇത് മപ്പാസ് വെക്കുകയും തോരൻ വെക്കുകയൊക്കെ ചെയ്തപ്പോഴാണ് ഞാൻ കൂട്ടാൻ തുടങ്ങിയത്. സ്വന്തം വീട്ടിൽ പിന്നെ നമ്മൾ വേണ്ടാന്ന് പറഞ്ഞാൽ വേണ്ടാന്നല്ലേ, ഇവിടെ വന്ന് നമുക്ക് അങ്ങനെ പറയാൻ പറ്റുമോ വേണ്ടാന്നൊക്കെ. ഞാൻ ഇതെല്ലാം ഒന്ന് അരിഞ്ഞൊക്കെ എടുക്കട്ടെ. ചീമച്ചക്ക മുഴുവൻ അരിഞ്ഞെടുത്തിയേനെ. അത് മുഴുവൻ അങ്ങ് എടുത്ത് അതിൻ്റെ സൈഡ് ഒരു ചെറിയ അടുക്കായിരുന്നു. എന്നിട്ട് ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്ത് വെച്ച് ഇതിനെ കഴുകി എടുക്കട്ടെ. കുക്കറിലോട്ട് ഇട്ട് വേവിക്കാൻ കിട്ടില്ല, പെട്ടെന്ന് വെന്ത് കിട്ടും. വെജിറ്റബിൾ മസാലപ്പൊടി മല്ലിപ്പൊടി മാത്രമാണ് ചേർക്കുന്നത്, മുളക് പൊടി ചേർക്കത്തില്ല. ഇത് ഉപ്പും കൂടെ ചേർത്ത് ഇത് വേവിച്ചെടുക്കും. ചപ്പാത്തിയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. ഞാൻ ഇതിനു മുമ്പ് ഒരുപാട് തവണ ഈ ചപ്പാത്തിയിലൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇന്ന് അത് വലിയതായിട്ട് ഇടാതിരുന്നത്. ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്നതും ഞാൻ ഷോർട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുമ്പോൾ ആ പാത്രത്തിലോട്ട് ശകലം വെള്ളം എടുത്തേച്ച് മാവ് കുഴയ്ക്കാന്നുണ്ടെങ്കിൽ ഒരു ശകലം പോലും മാവ് ആ പാത്രത്തിൽ പിടിക്കുകയില്ല. പിന്നെ ചപ്പാത്തി ഞാൻ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്, അതിനകത്ത് കാണാൻ പറ്റുന്നുണ്ടോ, കുറേ ചപ്പാത്തി ഒന്നിച്ചിട്ടാണ് ഞാൻ ചുട്ടെടുക്കുന്നത്. നേരത്തെ എന്ന് പറഞ്ഞാൽ ഇതിലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്, പൊള്ളിച്ചെടുക്കുമായിരുന്നു. അപ്പോൾ എന്നോട് ഇപ്പോൾ കുറേ പേര് ഒത്തിരി പ്രാവശ്യം കൊണ്ട് പറയുന്നു അങ്ങനെ ഗ്യാസ് വെച്ച് പൊള്ളിച്ചെടുക്കല് വിഷമാണ്, അതിൻ്റെ എന്നതോ ഒരു ഓയിൽ ഇതിലേക്ക് പറ്റും എന്നും വേണ്ട. അപ്പോൾ കുറേ 2-3 പേര് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇനി നമ്മൾ ചെയ്യുന്നത് ശരിയല്ലല്ലോ, അത്രയും പേര് പറഞ്ഞു തന്നിട്ട് നമ്മൾ പിന്നെ ചെയ്യുന്നത് നമ്മുടെ നല്ലതിന് വേണ്ടിയല്ലേ അവർ പറയുന്നത്. അതുകൊണ്ട് ഞാൻ ഇപ്പം ഗ്യാസ് വെച്ച് ഇങ്ങനെ പൊള്ളിച്ചെടുക്കാറില്ല കേട്ടോ. ഇങ്ങനെ എണ്ണ ചേർത്താണ് ഇപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്നത്. പക്ഷേ മാവ് കുഴയ്ക്കുമ്പോൾ എണ്ണ ശകലം പോലും ചേർക്കാറില്ലേ. പിന്നെ എണ്ണ ചേർക്കാതെ വേണം ഉണ്ടാക്കിയെടുക്കാം. ഞാൻ പിന്നെ ഇന്നിപ്പോൾ എണ്ണ ചേർത്തൊക്കെ ഉണ്ടാക്കിയെടുക്കും. ഇനി ചീമച്ചക്കയ്ക്കുള്ള തേങ്ങയൊക്കെ ചിരണ്ടി വെച്ചേക്കുന്ന തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കണം. അത് അച്ചു സെറ്റായിക്കൊണ്ടിരിക്കുന്നു. വിജിക്കും ഒക്കെ സുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. ശ്രീദേവി ചേച്ചി ഭയങ്കര കട്ട സപ്പോർട്ടാണ് കേട്ടോ. നമുക്ക് വീഡിയോ ഒക്കെ എടുക്കുന്നതിന് ഭയങ്കര സപ്പോർട്ടാണ്. അതുപോലായിരുന്നു ഗീത ചേച്ചി. പക്ഷെ ഗീത ചേച്ചിക്ക് എന്നെ പറ്റിയെന്ന് എനിക്കറിയത്തില്ല. ഇടയ്ക്ക് വന്നായിരുന്നു, ഞാൻ ചേച്ചി അന്വേഷിച്ചില്ല എന്നൊക്കെ പറഞ്ഞ്. പക്ഷെ ചേച്ചി ഞാൻ അന്വേഷിച്ചു. ചേച്ചി വേണമെങ്കിൽ ബിജിയോട് ചോദിച്ചു നോക്കിയോ, ബിജിയാണ് എന്നിട്ട് എനിക്കൊന്ന് റിപ്ലൈ തന്നത്. ഞാനിപ്പോൾ കുറേ പ്രാവശ്യം വീഡിയോയിലൂടെ പറഞ്ഞു കേട്ടോ. ചേച്ചി ഇനി കാണാത്തതുകൊണ്ടായിരിക്കും വീണ്ടും അങ്ങനെ പറഞ്ഞത്. ബിജിയാണ് പറയുക, ഫോണൊക്കെ പോയെന്നൊക്കെ ഇങ്ങനെ ഞാൻ അറിഞ്ഞത്. അപ്പം എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഞാൻ തേങ്ങാപ്പാലും കൊടുത്ത് പിഴിഞ്ഞെടുക്കട്ടെ. ഇത് കണ്ടോ, വേർത്തന്നെ കണ്ണിൽ കൂടെ വരെ വെള്ളം വരുന്നു വേർത്ത്. ചീമച്ചക്ക മപ്പാസ് വെക്കാനായിട്ട് കടുക് ഇട്ട് ഞാൻ അതിനകത്തേക്ക്, എന്നിട്ട് സവോളയും
പച്ചമുളകും കൂടെ വഴറ്റാനായിട്ട്. സവോള കനം കുറച്ചാണ് ഞാൻ അരിഞ്ഞേക്കുന്നത്. ഇതിലേക്ക് ഒരു ശകലം ഉപ്പേ ചേർക്കുന്നുള്ളൂ. നമ്മൾ ചീമച്ചക്ക വേവിച്ചത് ഉപ്പ് ചേർത്താണ്. അവിടെ ഒരു ശകലം ഉപ്പ് ചേർത്താൽ മതി. ശകലം ഉപ്പും കൂടെ ചേർത്താൽ എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കാം. ഇതൊന്ന് വഴറ്റിയെടുക്കാവേ. ഇതേക്ക് ചീമച്ചക്ക വേവിച്ച് വെച്ചേക്കാണ്. ഇനി ചെറുതായിട്ടൊന്ന് തവിയുടെ ഒന്ന് ഉടച്ചു കൊടുക്കുവേ. സവോള നല്ലപോലെ വഴറ്റി കേട്ടോ. സവോള പച്ചമുളകും എല്ലാം വഴന്ന് കിട്ടി. എന്നിട്ട് അതിലേക്ക് നമ്മുടെ ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചിട്ടുണ്ട് കേട്ടോ. ചീമച്ചക്ക വേവിച്ചത് ഞാനിത് വേവിച്ച് പറഞ്ഞായിരുന്നല്ലോ. മല്ലിപ്പൊടിയും പിന്നെ വേപ്പില മസാലപ്പൊടിയും മാത്രം ചേർത്താണ് ഞാൻ വേവിച്ചേക്കുന്നത്. ഉപ്പും ചേർത്ത് എന്നിട്ടിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് അതിങ്ങനെ രണ്ടാം പാലാണ്, തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വെച്ചേക്കുന്നത്. ഈ കുക്കറിനകത്തോട് ഒഴിച്ച്, കാര്യം ഇതിനകത്ത് അരപ്പ് കുറച്ചും കൂടെ ഉണ്ടായിരുന്നു. രണ്ടാം പാൽ ഒഴിച്ച് ഇത് നല്ലപോലെ ഒന്ന് തിളയ്ക്കണം. ഇപ്പോൾ നമുക്ക് ഉപ്പൊക്കെ വേണമെങ്കിൽ ഉപ്പ് ചേർക്കാം. ഉപ്പ് വേണമെന്ന് നോക്കട്ടെ. ഉപ്പൊക്കെ ഒരു ഇച്ചിരി ഉപ്പ് വേണം. ഉപ്പൊക്കെ സെറ്റായി. ഇതിലേക്ക് ഇനി ഇത് തിളച്ചൊന്ന് കുറുകി വരുന്നുണ്ടേ. ഇത് കുറുകി വന്ന് കഴിയുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഇനി ഒന്നാം പാലും കൂടെ ഒഴിച്ചാൽ പിന്നെ തിളപ്പിക്കുക. ഇതിപ്പോൾ ഞാൻ തീ അങ്ങ് ഓഫ് ചെയ്തിട്ട് ഇത് ഒഴിക്കത്തുള്ളൂ. എന്നറിയോ, ഈ ചീനച്ചട്ടിക്ക് ഭയങ്കര കട്ടിയുള്ളതാണ്. ഇത് ഭയങ്കരമായിട്ടും ചൂടാണ്. അപ്പം ഞാൻ തീ അണയ്ക്കാതെ ഞാനിത് ഒഴിച്ചാൽ ഇതിനകത്തോട്ട് കിടന്ന് ഈ പാലങ്ങ് തിളച്ച് വല്ലാതായിട്ട്. ഇത് ഒന്നാം തേങ്ങാപ്പാൽ കൂടെ ഇങ്ങനെ നമ്മുടെ കറിയെല്ലാം സെറ്റായി കേട്ടോ. ഇനി ഞങ്ങൾ കഴിക്കട്ടെ. ഈ കളറാണ് ഇത്. തേങ്ങാപ്പാലെല്ലാം ഒഴിച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഇതൊരു ഇച്ചിരിയും കൂടി ഇനി കുറുകും കേട്ടോ. ഒന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു ഇച്ചിരിയും കൂടെ കുറുകും. നമ്മുടെ ആമ്പലയിൽ ആദ്യമായിട്ട് മുട്ട് വന്നു കേട്ടോ. ഇത് കണ്ടോ, ദീപാച്ചോട് പറയണം. ഇതിനി ഇല കമന്ന് കിടക്കുന്നേ, നിവർന്ന് കിടക്ക. നിക്കടാ പോലെ. ഇതിന് ഇച്ചിരി തീറ്റ കൊടുക്കണ്ടേ മീനിന്? ഒത്തിരി കുഞ്ഞുങ്ങളായി കേട്ടോ. ഇപ്പം ഇതിനകത്ത് ഒരു 4 എണ്ണത്തിനെ കൊണ്ടിട്ടതാ. ഇത് കണ്ടിട്ടോ, ഒത്തിരി വെറൈറ്റി സൈസ് കണ്ടോ. വാല ചുമപ്പ് കളറുള്ളത്, നീല കളറുള്ളത്, ഒരു വലിയ ഗപ്പിയെ കണ്ടോ. അതാ എനിക്ക് തോന്നുന്നു ഇവരുടെയൊക്കെ മൂത്തതെന്ന് തോന്നുന്നു. അതിനെ ആദ്യം കൊണ്ട് ഇതിനകത്ത് ഇട്ടേന്ന് തോന്നുന്നു കേട്ടോ. ഭയങ്കര ഒരെണ്ണം കണ്ടോ. ഗപ്പിക്കൊക്കെ ഇച്ചിരി തീറ്റ കൊടുക്കട്ടെ. ഞാനും കയറി വരുക. നിങ്ങൾ കടയിൽ പോകാനായിരിക്കട്ടെ ചിലപ്പോൾ വിളിക്കുന്നേ. ഇഷ്ടം പോലെ കുഞ്ഞുങ്ങളുണ്ട്.
കൊള്ളാം, ചേരുന്നുണ്ട്. അങ്ങനെ ഇന്നലെ മോക്ക് പോയി, മോക്ക് മേടിച്ചു. ഇന്ന് മോനും അച്ഛനും മേടിച്ചു. പാവം പിടിച്ച ഞാൻ ഇതൊന്നും ഇല്ലാതെ ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ എനിക്ക് സിനിമയ്ക്കൊന്നും പോകണ്ട. പെണ്ണ് കാണാനായിട്ട് പെൺപിള്ളേർ വന്നേച്ച് പെട്ടെന്ന് ചെറുക്കം നോക്കുന്നതിന് മുമ്പ് പോകുന്നവരെയാ കാണാൻ പോകുന്നത്. നിനക്ക് ഇഷ്ടപ്പെട്ടോ? അച്ഛൻ്റെ പാൻറ്റിന് ഇങ്ങനത്തെ പോക്കറ്റ് അല്ലേ താഴെയായിട്ട്? ഡ്രസ്സൊക്കെ കൊള്ളാം, തലയും ചുമ്മാ മോനെ, മോൻ സുന്ദരനാടാ ചക്കര. ഉച്ചക്കത്തേക്ക് പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കുന്നില്ലെന്ന് പറഞ്ഞാൽ ചോറും കറിയെല്ലാം ഇരിപ്പുണ്ട്. അതുകൊണ്ടൊന്നും ഉണ്ടാക്കുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഞാനെടുത്ത് 4 മണിക്കത്തേക്കുള്ള എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചതുപോലെ കാര്യം നടന്നില്ല. ഇത് മുട്ടയും ഏലക്കായും പഞ്ചസാരയും കൂടെ അടിച്ചതാണ്, മിക്സിയിലിട്ട് നല്ലപോലെ അടിച്ചെടുത്താണ്. ഞാൻ പ്രതീക്ഷിച്ചുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ മൈദ കൊണ്ടാണ് ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിച്ചത്. പക്ഷെ മൈദ കുറച്ചേ ഉള്ളൂ. വേറെ ഇച്ചിരി ഗോതമ്പ് പൊടിയും കൂടെ ചേർത്ത് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ച്. ഇതിപ്പോൾ ഇതിനകത്തോട്ട് മിക്സിയുടെ ജാറിനകത്തോട്ട് തന്നെ ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ചാണ്. അത് ഇച്ചിരി മഞ്ഞൾ വെള്ളമാണ് ഒഴിച്ചേക്കുന്നത്. മഞ്ഞൾ ചേർത്തെടുത്ത വെള്ളമാണ്. ജാറിനകത്ത് അടിയിൽ പഞ്ചസാരയുടെ ഇതും ഒക്കെ കിടപ്പുണ്ടായിരുന്നു. അപ്പം അതെല്ലാം കൂടെ ഒന്ന് സെറ്റാക്കി എടുത്താണ്. നമ്മുടെ സാധാരണ നമ്മളല്ലാതെ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന കേക്കും ഒക്കെ മൈദ കൊണ്ട് തന്നെ അല്ലാതെയും ഗോതമ്പ് പൊടി കൊണ്ടും ഒക്കെ എല്ലാവരും ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഇത് ഞാനൊന്ന് അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ. ഇനി ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുവാണ്. ഞാൻ എപ്പോഴും മൈദ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് ഞാൻ ഒരു ശകലം സോഡാപ്പൊടി ചേർക്കുന്നുണ്ട്. സോഡാപ്പൊടി പിന്നെ ഉപ്പും, മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട്. ഒത്തിരി ഉപ്പ് ചേർക്കുന്നില്ല, ശകലം ഉപ്പ് ചേർക്കുന്നത്. അത് ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് സ്പൂൺ എടുത്തോട്ടെ. ഞാൻ മുട്ടയൊക്കെ നല്ലപോലെ പതപ്പിച്ചെടുത്തേക്കുന്നതാണേ. മിക്സിയിലിട്ട് അടിച്ചപ്പോൾ നല്ലപോലെ പതഞ്ഞ് കിട്ടിയായിരുന്നു. അതുകൊണ്ട് മുട്ടയൊന്നും അങ്ങനെ ഇതായിട്ടില്ല. പിന്നെ ഇപ്പം ഇട്ട ഉപ്പും ആ സോഡാപ്പൊടിയും ഒന്ന് മിക്സായാൽ മാത്രം മതി. ഇതിലേക്ക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ച് മൈദ ഇരിപ്പുണ്ട്, അതിപ്പോൾ എന്നെ മുട്ടിയിട്ട് വേണേ. അളക്കാനായിട്ടൊന്നുമില്ല, പൊടിയും ഇട്ടേക്കാം. ഒരു 2 തവി കാണും. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് റവയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഗോതമ്പ് പൊടി, ഇത്രയും മതി. നല്ലപോലെ ഇളക്കട്ടെ. ഇനി സ്പൂൺ കൊണ്ട് കുഴച്ചാൽ പറ്റത്തില്ല, കൈ കൊണ്ട് നല്ലപോലെ കുഴച്ച് എല്ലാം നല്ലപോലെ മിക്സ് ചെയ്യണം. മാവ് നല്ലപോലെ കുഴച്ച്, ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കുന്ന പോലെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ഇച്ചിരി നേരം ഇവിടെ ഇരിക്കട്ടെ. ഇരുന്ന് വെച്ച് കുറച്ച് കഴിഞ്ഞ് വന്ന് ഇനി ഉണ്ടാക്കാം. ഞാൻ ആ മാവ് 2 ബോളാക്കി വെച്ച് അതിലൊരെണ്ണം ഒന്ന് പരത്തിയെടുക്കാനായിട്ട്. നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുകയല്ലേ അതുപോലെ, പക്ഷേ ഒത്തിരി കനം കുറച്ചല്ല കേട്ടോ, ഒരു ഇച്ചിരി കട്ടിയിലാണ് പരത്തിയെടുക്കുന്നത്. ഈ ഒരു കട്ടിയിൽ ഇങ്ങനെയാണ് പരത്തിയെടുക്കുന്നത്. എന്നിട്ട് ഇനി ഇത് ചെറിയ പീസാക്കി മുറിച്ചെടുക്കണം. ഞാൻ ഇത് പിച്ചാത്തി കൊണ്ട് തന്നെ ഇങ്ങനെ മുറിച്ചെടുക്കുവാണ്. നമുക്ക് വലുതായിട്ട് വേണമെങ്കിൽ വലുതായിട്ട് മുറിച്ചെടുക്കാം. ഞാനിപ്പോൾ ഒത്തിരി വലുപ്പത്തിൽ എടുക്കുന്നില്ല. എന്നിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ഇത് കുഞ്ഞതാക്കി ഉണ്ടാക്കി എടുത്താലും നല്ല ടേസ്റ്റ് ആട്ടോ. നമുക്കിങ്ങനെ വൈകിട്ടൊക്കെ ചായയുടെ കൂടെ ചുമ്മാ കുറിക്കായിരുന്നു. എന്നിട്ടിത് ഇങ്ങനെ
ഇങ്ങനെ മുറിച്ചെടുക്കും. ഇത് കണ്ടോ, ഇങ്ങനെ. അതല്ല ഇനി നടുക്കൂടെ മാത്രം മുറിച്ചാൽ മതിയെങ്കിൽ വേണ്ടേ ഇങ്ങനെ ചുമ്മാ ഒരു വെട്ട് കൊടുത്താൽ മതി. പക്ഷെ എനിക്കൊന്ന് ഇച്ചിരി കൂടെ ഇങ്ങനെ ഈ 2 വെട്ട് ഇങ്ങനെ വെട്ടുമ്പോഴാണ് കാണാൻ ഭംഗി. ഞാൻ എണ്ണയൊക്കെ ചൂടാകാൻ വെക്കട്ടെ. എണ്ണയൊക്കെ നല്ലപോലെ ചൂടായി കേട്ടോ. ഞാനിനി ഇത് ഓരോന്ന് ഇതിലേക്ക് ഇടുവാണ്. അപ്പം ബാക്കി ഇരുന്നത് ഞാൻ എന്നിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസാക്കി എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും ഉണ്ടാക്കാനായിട്ട് തരുവാണ്. അപ്പം എണ്ണ നല്ലപോലെ ചൂടായിട്ട് തീ കുറച്ചിട്ടു. ഇനി അതിലേക്ക് ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കാം. ഭയങ്കര ചൂട് കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. എണ്ണ ചൂടായത് ഇച്ചിരി കൂടിപ്പോയി, പെട്ടെന്ന് മൂത്ത്. ഇല്ലല്ലോ, ഇല്ല. മണം പിടിച്ച് വന്നേക്കുന്നതാണേ. പിന്നെ ആ ഡോറ് ശരിക്കും അടിക്കും. അട്ടൂട്ട തീർപ്പൊന്നും വേണ്ട. എണ്ണ നല്ലപോലെ ചൂടായി കിടക്കുമായിരുന്നു കേട്ടോ. അതുകൊണ്ടുണ്ടല്ലോ ഇട്ടത് പൊങ്ങി വന്നു. ചൂടാണ്. കുറച്ച് എവിടെയാ വലുതായിട്ടുണ്ടാക്കുന്ന, ബാക്കിയെല്ലാം കുഞ്ഞി കുഞ്ഞ്. പെണ്ണെ കൈ കൊള്ളൂന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. കാണിക്കുന്ന പരിപാടിയുണ്ട്. ഇവിടെ എന്നാ ചെയ്യേണ്ടതെന്നറിയാമോ? ചൂടാണ്. കാണുന്നുണ്ടോ? നോക്ക്. ചൂടല്ലേ പെണ്ണെ? അച്ചുവിന് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഏതൊക്കെ? ചോറും കറിയൊന്നും വെച്ച അച്ചുവിന് വേണ്ട. കൊള്ളാം. അല്ലെങ്കിൽ ഞാൻ എന്നെ ഉണ്ടാക്കിയാലും നല്ലതാ. 2 പിള്ളേരെ ഉണ്ടാക്കിയത് മാത്രം ശരിയായില്ല. വന്ന് 2 പിള്ളേരായിപ്പോയി. ചൂടായിരിക്കും. വെട്ടുകാർക്ക് ഉണ്ടാക്കിയത് കൊള്ളാമെന്ന് വെച്ചപ്പോൾ കൊള്ളാമെന്ന് പറഞ്ഞു. ഞാൻ ഉണ്ടാക്കുന്ന ഫുഡൊക്കെ കൊള്ളാം, പക്ഷെ എൻ്റെ പിള്ളേരെ ഉണ്ടാക്കുന്നത് ശരിയായില്ലെന്നു. കൊള്ളാം, അടിപൊളിയാ. ഇത്ര മതി. നല്ല മധുരമെല്ലാം ഇവിടെ തിന്ന് നല്ല മധുരമുണ്ട്. അയ്യോ, എനിക്ക് ഇതിനകത്തൊന്ന് ഒന്ന് ഇറങ്ങിയിട്ടുണ്ടല്ലോ, വല്ല ആറ്റിലും പോയി മുങ്ങി കിടക്കാൻ തോന്നുന്നു. അതുപോലെ നീ ചെയ്ത ഇവളൊന്നും നോക്കി പഠിക്കരുത്. ഞാൻ എന്നെല്ലാം ഉണ്ടാക്കുന്ന അറിയാവുന്ന ഒന്നും ഇവള് നോക്കി പഠിക്കരുത്. ഇവക്ക് അല്ല, ഓ ആ വിഷമം ഞാനൊക്കെ സഹിച്ചോളാം. ഇവക്ക് ഇവിടെ മക്കൾക്കൊക്കെ ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കണമെന്നൊന്നും ആഗ്രഹമില്ലേ. ഞാൻ എന്റെ അമ്മ ഉണ്ടാക്കി തന്നത് കണ്ടോണ്ടല്ലേ. ഷർട്ട് ഇട്ടോണ്ട് പോവാ. ഇവിടെ വീഡിയോ ആണ്. അതൊക്കെ പറയും. പൂട്ടിയൊന്നുമല്ല, അച്ഛൻ തന്നെ എടുത്ത് ഷർട്ട് ഇടാത്തത്. ചൂടാണ്, നല്ല സോഫ്റ്റ് ആണ്. കടയിൽ നിന്ന് പിടിക്കുന്നത് ഭയങ്കര കട്ടിയാണ്. ഇത് എത്ര എന്താ
ഞങ്ങൾക്കിവിടെ ഒരു ചിപ്സ് കടയുണ്ട്. ആ കടയിൽ നിന്ന് കിട്ടും ഇതിന്റെ ഇങ്ങനെ ചെറിയ നല്ല മുരുമുരാന്നിരിക്കുന്ന. അതെല്ലാം കൂടെ മിക്സ് ആക്കി ഇങ്ങനെ എടുക്കും. അപ്പോൾ ചേട്ടൻ ചില സമയത്ത് ഇതിങ്ങനെ മേടിച്ചുകൊണ്ട് വരും. നല്ല ടേസ്റ്റാണ് അത് കഴിക്കാനായിട്ട്. തീരെ കുഞ്ഞതാണ്, നല്ല മുരുമുരാന്നിരിക്കുന്നത്. അയ്യോ ഒരു രക്ഷയില്ലാട്ടോ അടുക്കളയിലുള്ള നിപ്പ്. എനിക്ക് തോന്നുന്നു ചൂടുണ്ടായിരുന്നതിനേക്കാൾ സമയത്ത് അതൊന്നും ഇപ്പം മഴ സമയമായപ്പോഴത്തേക്ക് വേർത്ത് കുളിക്കുക. ഇച്ചിരി കാറ്റ് കിട്ടിയിരുന്നെങ്കിൽ. വേണ്ട കഴിച്ചു. എനിക്ക് വയ്യ. ഞാൻ വെള്ളം കുടിച്ച് എൻ്റെ ഇടപാട് കുടിക്കുക. ആ ഫ്രിഡ്ജിലോട്ട് ഇച്ചിരി വെള്ളം വെക്കടി. തണുത്ത കുടിക്കാൻ തോന്നുന്നത്. എൻ്റെ അച്ഛൻ ഇഷ്ടം പോലെ കുപ്പി ആ ഹാളിലും ഒക്കെ ഇരിപ്പുണ്ട്. ഇന്നലെ അജിത ടീച്ചർ ചാനലൊക്കെ കാണുന്നവരൊക്കെ കാണുമല്ലോ. ചേച്ചിക്ക് ഇന്നലെ യൂട്യൂബിന്റെ ശമ്പളക്കാരിയായി ചേച്ചി ഇന്നലെ മുതൽ. അപ്പം ചേച്ചിയെ പറഞ്ഞു തുടങ്ങിയപ്പോഴേ എനിക്ക് മനസ്സിലായിരുന്നു എന്നാ സന്തോഷമായിരുന്നു. ഭയങ്കര സന്തോഷത്തിലായിരുന്നു. എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. കഷ്ടപ്പെടുന്നതിനൊരു പ്രയോജനം കിട്ടുമ്പോൾ എന്നാ സന്തോഷമായിരിക്കും. എല്ലാവർക്കും കിട്ടട്ടെ. എല്ലാവരും കിട്ടി സെറ്റായിട്ട് എല്ലാവർക്കും കൂടെ ഒന്നിച്ച് എവിടെയെങ്കിലും വെച്ച് കാണാം. ഞാൻ 4 മണിക്കത്തേക്കായി ഉണ്ടാക്കുന്ന കേട്ടോ. അപ്പൊ സമയം എത്ര? ഈ സമയം എന്നെ 2:15. ആ ഡോറങ്ങ് അടക്കി. ഞങ്ങൾക്ക് ഉണ്ടാക്കി വെച്ച് എവിടെയെങ്കിലും ഇരിക്കാനുണ്ടല്ലോ ഒരു സമാധാനമുണ്ട്. അല്ല പിന്നെ ഉണ്ടല്ലോ കുളിയെല്ലാം കഴിഞ്ഞ് വന്നിച്ച് പിന്നെ അടുക്കള കിടന്ന് പണിയുമ്പോഴത്തേക്കുണ്ട് പിന്നെയും വേർത്ത് കുളിക്കാൻ തുടങ്ങും. നേരത്തെയൊക്കെ വല്ലതും ഉണ്ടാക്കി വെക്കാനുണ്ടല്ലോ വൈകിട്ട് കുളി കഴിഞ്ഞ് ചെന്നിട്ട് ഇച്ചിരി കടുക്കാപ്പിയൊക്കെ ഇട്ട് കഴിച്ചുകൊണ്ടിരിക്കാം. ഇവിടെ നേരത്തേക്ക് ഇത് എന്നും വൈകിട്ട് എന്നതേലും ഒക്കെ ഞാൻ ഉണ്ടാക്കുമായിരുന്നു. ഇപ്പം എനിക്ക് തന്നെ കാലുവേദനയൊക്കെ വന്നതിനൊക്കെ ശേഷമാണ് കൂടുതലും കടയിലെ മേടിച്ച് തുടങ്ങിയത്. ഇവർക്ക് 4 മണിക്കൊക്കെ എന്നതേലും വേണം. അത് ഞങ്ങളുടെ വീട്ടിലും അങ്ങനെയായിരുന്നു കേട്ടോ. താഴെ അമ്മയുള്ള സമയത്ത് അങ്ങനെ ഒന്നെങ്കിൽ കടയിൽ നിന്ന് മേടിക്കില്ല, അമ്മ എന്നേലും ഉണ്ടാക്കും. നീ എപ്പോഴും മതി കഥ ഇങ്ങനെ തുറന്നു വരും. അതുകൊണ്ട് ഇവർക്കിപ്പോൾ അതൊരു ശീലമായി. 4 മണിയാകുമ്പോഴത്തേക്ക് എന്നേലും ഇല്ലെങ്കിൽ എല്ലാവർക്കും വിശപ്പാ. പിന്നെ 4 മണിക്ക് എന്നേലും ചിലപ്പോൾ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ രാത്രിയിലേക്ക് ആരും ചിലപ്പോൾ ഒന്നും കഴിപ്പ് കാണില്ല കേട്ടോ. ഇനി ഇതെല്ലാം ഒന്ന് വറുത്ത് കോരി എടുത്തിട്ട് നമുക്ക് 4 മണിയാകുമ്പോൾ കാണാവേ. 4 മണിയാകുമ്പോഴത്തേക്ക് ഇത് കഴിക്കാൻ കാണുമോ ഇല്ലോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല. ഉണ്ടെങ്കിൽ നമുക്ക് അന്നേരം കാണാം. മിക്കവാറും ഈ പെണ്ണി അടുക്കള നിന്ന് മുഴുവൻ തിന്ന് നിർദ്ദേശിച്ചു പോകും. ചോറ് കണ്ട പിശാച് കുരിശ് കാണുന്ന മാതിരി അച്ചുവിന് ഇഷ്ടമല്ല. അതേസമയം ഇങ്ങനെയുള്ളതൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ അച്ചു അവിടെ നിന്ന് പായസം ഇങ്ങനെയുള്ള മധുരമുള്ളതായിട്ട് അതൊക്കെ ആണെങ്കിൽ അച്ഛനുണ്ടല്ലോ ഭയങ്കര ഇഷ്ടമാണ്. ബാഡി ഇങ്ങോട്ട് നോക്കിയാൽ തരാം. ഇതെല്ലാം ഇനി ഉണ്ടാക്കി എടുക്കട്ടെ. നമ്മുടെ വെട്ടുകേക്കൊക്കെ ഉണ്ടാക്കി കഴിയാറായേ. ഇനി ഒരു ഇച്ചിരിയും കൂടെ ഉള്ളൂ. വേണ്ട എനിക്കത് കുഞ്ഞതായിട്ട് ഉണ്ടാക്കിയാന്ന് തോന്നുന്നു കേട്ടോ. ഇച്ചിരിയും കൂടെ നല്ലതെന്ന് തോന്നുന്നു. ഇത് വേണ്ട വലുതുണ്ട്, പക്ഷെ ചെറുതാകുമ്പോഴത്തേക്ക് ഒരു ഇച്ചിരി കൂടെ ക്രിസ്പി ആയിട്ട് കിട്ടുന്നത് നല്ലൊരു പ്രത്യേക ടേസ്റ്റ് എനിക്ക് തോന്നുന്നുണ്ടേ. മാവെല്ലാം സെയിം ആണ്, പക്ഷെ ചെറുതായിട്ട് ഉണ്ടാക്കുന്നതിനാന്ന് തോന്നുന്നു ഇച്ചിരിയും കൂടി വരുന്നത് ഒരു പ്രത്യേകത തോന്നുന്നു. പിന്നെ മുട്ട ഇതിനകത്ത് ഞാൻ ഒരു 3 മുട്ടയും ചേർത്തിട്ടുണ്ട് കേട്ടോ. മുട്ട ഞാൻ നല്ലപോലെ ചേർത്തിട്ടുണ്ട്. ഇതിന് മുട്ട നല്ലപോലെ ചേർത്താൽ ഇതിൻ്റെ ടേസ്റ്റ് കൂടുള്ളൂ. പിന്നെ പഞ്ചസാര ഏലക്ക ഞാൻ കാണിച്ചല്ലോ പൊടിച്ചുള്ളത്. മൈദയ്ക്കകത്തല്ലാതെ ഗോതമ്പൊടിക്കകത്ത് വേണമെങ്കിൽ ഉണ്ടാക്കാൻ തോന്നുന്നു കേട്ടോ. പക്ഷെ ഞാൻ കുറച്ച് മൈദ എടുത്തുള്ളൂ, ബാക്കി നല്ലപോലെ ഗോതമ്പൊടി പിന്നെ ഒരു ശകല റവയും ചേർത്ത്. അതുകൊണ്ട് ഗോതമ്പൊടിയുടെ ആ ഒരു ഇതൊന്നും തോന്നിയില്ല. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ടേസ്റ്റൊക്കെ തന്നെയാണ്. മൈദ ഇല്ലാതെ ഗോതമ്പൊടിക്കകത്ത് ഉണ്ടാക്കിയാലും നല്ലതെന്ന് തോന്നുന്നു. നല്ലതെന്ന് തോന്നില്ല, നല്ലതാണ്. ഞാനിപ്പോൾ ഉണ്ടാക്കിയതല്ലേ, അങ്ങനെ ഉണ്ടാക്കിയാലും നല്ലതാണ്. ഇപ്പം തീ കുറച്ചിട്ട് വേണേ നമ്മളിത് ഉണ്ടാക്കിയെടുക്കാൻ. എനിക്ക് ഒരു ഇത് വേഗത്തിൻ്റെ താമസമുള്ളൂ, അല്ല ബാക്കിയെല്ലാം നമുക്ക് എളുപ്പമാണ്. അപ്പം ഇത് കണ്ടോ ചെറുതാണേ, നല്ല ചൂടില്ലാത്തതാണ്. ഇത് കണ്ടോ നല്ല
ചൂടാണ്. നല്ല മുരുമുരാന്നായിരിക്കണം. അപ്പൊ ഇതുകൂടെ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ 4 മണിക്കത്തേക്കുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞു. പിന്നെ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നത്. അപ്പം നിങ്ങൾ വീഡിയോ കണ്ട് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ കാണുമ്പോഴത്തേക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മൾ അമ്മമാർക്ക് വീട്ടിലേക്കുണ്ടല്ലോ 4 മണിക്ക് നമുക്ക് എന്നാ വേണേലും ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ നമുക്ക് എന്നേലൊക്കെ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ വെച്ചാൽ കടയിൽ നിന്ന് മേടിക്കുന്ന എളുപ്പമാണല്ലോ പറഞ്ഞിട്ട് എല്ലാവരും കൂടുതൽ എങ്ങനെയാണ്. എനിക്ക് പക്ഷേ വീട്ടിലുണ്ടാക്കുന്നതാണ് ഇഷ്ടം കേട്ടോ. പ്രത്യേകിച്ച് വയ്യാഴിക ഒന്നും ഇല്ലെങ്കിൽ അടുക്കള കിടന്ന് എന്നാ ജോലി വേണം ചെയ്യാൻ എനിക്ക് ഒരു മടിയില്ല. എത്ര നേരം വേണ്ട ജോലി ചെയ്യാം. പിന്നെ ഒറ്റ ഒരു കാര്യമേ ഉള്ളൂ, വൈകിട്ട് കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അടുക്കള, രാവിലെ കുളി കഴിഞ്ഞ് അടുക്കള കിടന്ന് എനിക്ക് മടിയില്ല. വൈകിട്ട് കുളി കഴിഞ്ഞേച്ച് എനിക്ക് അടുക്കള കിടന്നിട്ട് മടിയാണ്. പിന്നെ കിടന്ന് ഉറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എത്രയാണല്ലോ അടുക്കള കിടന്നിലൊക്കെ ചെല്ലുമ്പോൾ വേർക്കാൻ തുടങ്ങും. പിന്നെ അങ്ങനെ കിടന്ന് ഉറങ്ങുന്നത്. അപ്പം നമ്മുടെ ഇതുണ്ടോ, ഇത്രയും മാവുകൊണ്ട് ഇത്രയും ഉണ്ടാക്കാൻ പറ്റും. കുറേ ഉണ്ട് കേട്ടോ, ഒത്തിരി ഉണ്ട്. അപ്പോൾ ഇതെടുത്ത് വെക്കാം. ഈ കണ്ണൻ രാവിലെ ട്യൂഷൻ പോകുമ്പോൾ ചില ദിവസം കാപ്പി ആകാൻ ഇച്ചിരി താമസിച്ചാലും പിന്നെ ഇത് കൊടുത്താൽ മതി, വന്നിട്ട് കഴിക്കത്തുള്ളൂ. നേരം അങ്ങനെ ചെയ്യാം. അതിനും കൂടെ കാണുമെന്ന് അറിയത്തില്ല. അവൾ ഇനി ഇപ്പം ഞാൻ ഇറങ്ങുമ്പോൾ തൊട്ട് അവൾ കയറി ഇറങ്ങി നടക്കും. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാമേ.